ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ലാപ്പിലേക്ക് എത്തുന്നതിനിടയിലായിരുന്നു ഒരു വിവാഹാഭ്യർത്ഥന നടന്നത്. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. എന്നാൽ അനീഷ് തനിക്ക് സഹോദരനെ പോലെയാണെന്ന് അനുമോൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ പേരിൽ ഹൗസിനുള്ളിലും പുറത്തും ചില വിമർശനങ്ങളും അനുമോൾക്ക് നേരിടേണ്ടി വന്നു. ഇപ്പോഴിതാ സീസൺ 7 വിന്നറായതിന് പിന്നാലെ ഈ ചോദ്യത്തോടും ഭാവി വരന്റെ സങ്കല്പത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് അനുമോൾ. വിവാഹാഭ്യർത്ഥന അനീഷേട്ടന്റെ ഗെയിമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പെട്ടെന്നൊരാളോട് ഇഷ്ടം തോന്നുക, അതിനുവേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി. തമാശയ്ക്ക് കാണിച്ച കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ആങ്ങള പെങ്ങള് എന്നൊക്കെ പറയുന്നുമുണ്ട്. അനീഷേട്ടൻ ഇനി സീരിയസ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തെങ്കിലും ഞാൻ നോ എന്നേ പറയൂ. ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. നല്ലതെന്ന് പറഞ്ഞ് നല്ല എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇനി വീട്ടിൽ വന്ന് ചോദിച്ചാലും എനിക്ക് പറ്റില്ല. അനീഷേട്ടൻ നല്ലൊരു ക്യാരക്ടറാണ്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ്. എനിക്കും ആഗ്രഹങ്ങളില്ലേ എന്ന് അനുമോൾ ഏഷ്യാനെറ്റിലോട് പറയുന്നു. ഭാവിവരൻ്റെ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം ഭാവിവരൻ. ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. നല്ലൊരു വ്യക്തിയായിരിക്കണം. എന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ല. എന്നെ വിശ്വസിക്കണം. തിരിച്ചും ഞാൻ അങ്ങനെയായിരിക്കും. ഭംഗിയോ കാശോ ജിമ്മോ നിറമോ ഒന്നുമല്ല. നല്ലൊരു വ്യക്തിയായിരിക്കണം. എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഇവരുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഹാപ്പിയായി പോകുന്നുണ്ട്. അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് 35 വർഷമായി ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിണക്കങ്ങളുണ്ട്, പക്ഷേ അപ്പോൾ തന്നെ മിണ്ടും. അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയാണ് എനിക്ക് വേണ്ടത് എന്നായിരുന്നു അനുമോളുടെ മറുപടി. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 തിരശ്ശീല വീണിരിക്കുകയാണ്. നടി അനുമോളാണ് ഇത്തവണ കപ്പ് ഉയർത്തിയിരിക്കുന്നത്. ബിഗ് ബോസിന് ശേഷം അനുമോൾ ഏഷ്യാനെറ്റിനും നൽകിയ ആദ്യ പ്രതികരണവും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സഹമത്സരാർത്ഥികളെക്കുറിച്ചും ഷോയെക്കുറിച്ചും ലാലേട്ടനെക്കുറിച്ചുമെല്ലാം അനുമോൾ സംസാരിക്കുന്നുണ്ട്. ആദിലയും നൂറയും 2 പൂമ്പാറ്റകളാണ്. എൻ്റെ 2 അനിയത്തി കുട്ടികളാണ്. PR എല്ലാവർക്കും ഉള്ളതാണ്. അത് നല്ലതാണ്. അത് എല്ലാവരും എടുക്കുന്നതല്ലേ. PR ഇല്ലെങ്കിൽ ഇത്രയും കണ്ടസ്റ്റൻസ് മുന്നോട്ട് പോകില്ലല്ലോ. എല്ലാവരും പെട്ടെന്ന് എവിക്റ്റായി പോകില്ലേ. പെയ്ഡ് PR-ഉം ഉണ്ട്, അല്ലാത്ത PR-ഉം ഉണ്ട്. PR പവർ നല്ലതാണ്. ഷാനവാസിക്ക നല്ലൊരു ഗെയിമറാണ്. 100 ദിവസം അവിടെ പിടിച്ചു നിന്ന മനുഷ്യനല്ലേ. അപ്പോൾ നല്ലൊരു ഗെയിമർ തന്നെയാണ്. ഗെയിം ഷോയാണെങ്കിലും കുറച്ച് പേരുമായിട്ടൊക്കെ നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ളയാളാണ് അദ്ദേഹം. അവരെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അത് പേഴ്സണലി എടുക്കുന്നയാൾ കൂടിയാണ്. അനീഷേട്ടൻ നല്ലൊരു ഗെയിമറാണ്. നല്ലൊരു ക്യാരക്ടർ ഉള്ള ആളാണ്. നെഗറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ കാര്യം അറിയുന്നതിന് മുൻപേ പുള്ളി കുറ്റപ്പെടുത്തും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നെവിൻ നല്ലൊരു എൻ്റർടൈനറാണ്, പക്ഷേ ഭയങ്കര മടിയനുമാണ്. ഇതുപോലുള്ള മടിയനെ ഞാൻ കണ്ടിട്ടില്ല. അക്ബറും നല്ലൊരു ഗെയിമറാണ്, പക്ഷേ അവിടെയും ഇവിടെയും നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അത് വലിയ ഒരു സംഭവമാക്കും. ഡ്രാമ ക്യൂൺ ആരെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എൻ്റെ പേരാണ് പറയാറ്. പെട്ടെന്ന് ഡ്രാമ ക്യൂൺ ആരെന്ന് ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ പേര് തന്നെ പറയുന്നു. ശൈത്യ നല്ലൊരു വ്യക്തിയാണ്. പുള്ളിക്കാരിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. ബിഗ് ബോസ് ഷോയ്ക്ക് ലാലേട്ടൻ തന്നെ വേണം. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് അഭിമുഖത്തിൽ അനുമോൾ പറഞ്ഞത്. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.